ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്നറിയോ? 2025 ഇപ്പോൾ പുതുതായിട്ട് പുറത്തിറങ്ങിയ ബ്രിക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കട്ട. സാധാരണ നമ്മൾ ഈ ഒരു മൂവിയെ പറ്റി വൺ ലൈൻ അധികം അങ്ങനെ പറയാറില്ല. പക്ഷെ ഈ ഒരു മൂവിയെ പറ്റി ഞാൻ എന്തായാലും പറയും. ഒരു പഴയ കെട്ടിടത്തിൽ താമസിക്കുന്ന ഹീറോയിനും എല്ലാ ദിവസത്തെ പോലെ തന്നെ അവരവരുടെ വീട്ടിൽ താമസിച്ച് അടുത്ത ദിവസം കണ്ണു തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു വീടിന്റെ ഡോറിലും അതേപോലെ തന്നെ ജനാലകളിലും കറുത്ത കട്ടകൾ കൊണ്ട് അടുക്കിയിരിക്കുന്നു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഈ ഒരു കാര്യം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അതിനുശേഷം ഈ ഒരു കഥയിൽ എന്താണ് സംഭവിച്ചത് അവസാനം വരെയും വേറെ ലെവലിൽ നമ്മളെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അപ്പൊ ഈ ഒരു കഥയുടെ തുടക്കത്തില് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ടിമ്മിനെയാണ് കാണിക്കുന്നത്. ടിം ഒരു ഗെയിമറാണ്. ഇപ്പൊ തന്റെ ഗെയിമിംഗ് സുഹൃത്തുക്കളായിട്ട് അവൻ എന്തോ ഒരു ചാറ്റ് നടത്തുന്നു. അതേപോലെ തന്നെ ഒരുപാട് പേരുമായിട്ട് വീഡിയോ കോളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സിഗ്നലിന് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ട് ഇവർക്ക് കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇനി നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവൻ മാറിയിരിക്കുമ്പോഴത്തേക്കും അവന്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി അവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഹീറോയിനായിട്ടുള്ള ഒലിവിയെ പറ്റി. ടിം ഒരു ഗെയിമറാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഹീറോയിൻ അവനെ കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജീവിതവും നല്ലതുപോലെ തന്നെ പോവായിരുന്നു. ഒരവസരത്തിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ആ ഒരു കുഞ്ഞ് വയറിനുള്ളിൽ വെച്ച് തന്നെ അബോർഷൻ ആവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അവരുടെ രണ്ടുപേരുടെയും സന്തോഷം ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീറോ ഇപ്പൊ ആലോചിച്ച് നോക്കിയിട്ട് അത് കഴിഞ്ഞ് അവൻ നേരെ മുഖം കഴുകാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകില് ഒലിവ വന്നിങ്ങനെ വിളിക്കാണ്. ഹീറോ പെട്ടെന്ന് പേടിച്ചു പോയിട്ട് തിരിഞ്ഞു നോക്കി. ഹേയ്, ഇങ്ങനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരായാലും പേടിച്ചു പോയില്ലേ? അല്ല, എന്ത് പറ്റി വരാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ടിം നീ എന്തായാലും താഴേക്ക് വാ, നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് ടിമ്മിനെയും കൂട്ടി അവൾ ആ ഒരു ബിൽഡിങ്ങിന്റെ താഴേക്ക് വരികയാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോഴും പണി നടക്കാണ്. കാരണം അത്രയും പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പണികളെല്ലാം നടക്കുന്നത് കൊണ്ട് കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു ബിൽഡിങ്ങിൽ താമസമുള്ളൂ. അങ്ങനെ ഇവര് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആൻഡം എന്ന് പറഞ്ഞിട്ട് ഒരാള് ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരാൾ തന്നെയാണ്. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരൊരു ഹായ് എല്ലാം പറഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഫ്രിഡ്മാൻ എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിക്കും, അല്ല പണിയെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ, ഹേയ് അതൊന്നും കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഫ്രിഡ്മാൻ എന്ന് പറഞ്ഞ ഈ ഒരാളുടെ ബിൽഡിംഗ് ആണിത്. അങ്ങനെ ഇവർ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഇവരുടെ മുകളിലൂടെ 2 ഹെലികോപ്റ്റർ അങ്ങനെ പറന്നു പോകുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് നല്ല രീതിയിൽ പുകയെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് ഫ്രിഡ്മാൻ പറയുന്നത്, അതൊന്നുമില്ല, അടുത്ത സിറ്റിയിൽ വലിയൊരു തീപിടുത്തം സംഭവിച്ചു, അവിടേക്കാണ് ഇത് രണ്ടും പോകുന്നത്. എന്തായാലും അവർ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീർക്കുമെന്ന് വിചാരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഹീറോയെ വിളിച്ചുകൊണ്ട് വരുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇവർ പഴയതായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വാൻ ഉണ്ട്. ആ ഒരു വാനിന്റെ അടുത്തേക്കാണ്. അപ്പോൾ ഒരു വാൻ കാണുമ്പോൾ ഹീറോ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഇവർ ഒരുപാട് സമയവും ആ ഒരു വാനിനുള്ളിൽ ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഹീറോയിൻ അവനോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും പാരീസിലേക്ക് പോകാം. കാരണം ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തു. പാരീസിലേക്ക് പോയിട്ട് നമുക്ക് പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. കാരണം അവൻ ഇവിടെ ഇരുന്നാൽ മാത്രമേ ആ ഒരു ഗെയിമിംഗ് ഉണ്ടല്ലോ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. ഹീറോയിനാണെങ്കിൽ അവരുടെ ആ ഒരു പഴയ ജീവിതം മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ സ്ഥലത്തേക്ക് പോയിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാം. പക്ഷെ ഹീറോ ഒരിക്കലും അവിടേക്ക് പോകാനായിട്ട് തയ്യാറാവത്തില്ല. കാരണം ഹീറോ പറയുന്നത്, നിന്റെ ജോലിയെ പോലെ തന്നെയാണ് എനിക്കും ഈ ഒരു ഗെയിമിംഗ് അത്രയും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമ്മുടെ ഹീറോ ഒരു ഗെയിമറും അതേപോലെ തന്നെ ഒരു ഗെയിമിംഗ് ഡെവലപ്പറും കൂടിയാണ്. അതുകൊണ്ട് ഹീറോ പറയും, എനിക്കിത് അത്രയും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് മറ്റൊരു ദിവസം പോയാലോ എന്ന് അവളോട് പറയുമ്പോൾ അവൾ ഓക്കെ പറയുന്നുണ്ട്. പക്ഷേ വീടിനകത്തേക്ക് വന്ന ഹീറോയിന് ഒരിക്കലും അതത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല. കാരണം അവൾക്കൊരിക്കലും ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല വേണ്ടത്. ആ ഒരു രീതിയിൽ അവള് കട്ടിൽ വിഷമിച്ചിങ്ങനെ കിടക്കാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കിടന്ന് ഉറങ്ങിയതിനു ശേഷം ഇപ്പൊ രാത്രിയിൽ ആ ഒരു വീട് മുഴുവനായിട്ട് കാണിക്കുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ. പക്ഷെ അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിനെ അടുത്ത് കാണുന്നില്ല. അവളെവിടെയെന്നറിയാൻ വേണ്ടി എഴുന്നേറ്റ് റൂമിലേക്ക് വരുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഒരുങ്ങിയിട്ട് വെളിയിലേക്ക് പോയാണ്ട് നിൽക്കുന്നു. ഹേയ് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, സോറി ടിം, എനിക്ക് നിന്നോടൊപ്പം ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല, നീ ഒരിക്കലും മാറത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്നും പറഞ്ഞിട്ട് അവള് ഡോറും തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഡോറിന് മുന്നിലായിട്ട് ഒരുപാട് കറുത്ത കട്ടകൾ കൊണ്ട് അടുക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഹേയ് ടിം ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ടിം അതിനടുത്തേക്ക് നടന്നു വന്ന് അതിലേക്ക് ഇങ്ങനെ കൈവച്ച് തൊട്ട് നോക്കാണ്. കാരണം എന്താണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, ടിം എനിക്കിപ്പോ പുറത്തു പോകണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇത് ചെയ്തത് ഞാനല്ല, ഇതെന്താണെന്ന് എനിക്കും അറിയത്തില്ല, ഞാനും ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, ഞാൻ എന്തേലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു കട്ടകളിൽ നല്ലതുപോലെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഹലോ ആരെങ്കിലും ഞങ്ങൾ സഹായിക്കണമെന്നും പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ പറയുമ്പോഴും ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുമ്പോൾ അകത്തേക്ക് പോയ ഒലിവ, ഹേ ടീം നീ ഇവിടേക്കൊന്ന് വന്ന് നോക്കുന്നു പറയുമ്പോൾ ഇത് കേട്ട ഹീറോ നേരെ റൂമിലേക്ക് ചെന്ന് നോക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ?
ഈ ഒരു ഡോറിനടുത്ത് മാത്രമല്ല ഈ ഒരു കട്ടകളുള്ളത്, ജനാല ഉണ്ടല്ലോ അവിടെയെല്ലാം ഇതുപോലെ തന്നെ കറുത്ത കട്ടകളുണ്ട്. അത് ഒരേ ഷേപ്പിൽ അടുക്കിയതുപോലെ. അങ്ങനെ രണ്ടുപേരും ഈ ഒരു മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തുറന്നു നോക്കുമ്പോൾ അവിടെയെല്ലാം ഈ ഒരു കട്ട വെച്ച് തന്നെയാണ് അടുക്കിയിട്ടുള്ളത്. ഇതെന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ രക്ഷോട്ട് പോയാലേ പറ്റൂ. വീണ്ടും ഈ ഒരു ഡോറിനടുത്തേക്ക് രണ്ടുപേരും തിരിച്ചു വന്ന് ഇപ്പോൾ നമ്മുടെ ഒലിവ അതിലേക്ക് വന്ന് ചവിട്ടി നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ തള്ളി നോക്കുന്നുണ്ട്. ഒരനക്കവും ഇല്ല. അങ്ങനെ ഒലിവ എന്താ ചെയ്യുന്ന വെച്ചാലേ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓണർ ആയിട്ടുള്ള ഫ്രെഡ്മാൻ ഉണ്ടല്ലോ അയാളെ വിളിക്കും. പക്ഷേ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം ഫോണിൽ സിഗ്നൽ ഇല്ല. അപ്പോൾ അവളുടെ സുഹൃത്തുക്കളെ വിളിക്കാൻ നോക്കുമ്പോഴത്തേക്കും അതും കഴിയുന്നില്ല. ഹീറോയോട് ചോദിക്കും, നിന്റെ ഫോണിൽ സിഗ്നൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിലും സിഗ്നൽ ഇല്ല, അതേപോലെ തന്നെ വൈഫൈ കണക്ഷൻ ഇല്ല. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓടി വന്ന് ഇതിലേക്ക് തോള് കൊണ്ട് ഇടിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവന്റെ തോള് വേദനിക്കുന്നതല്ലാതെ അതൊരു തുള്ളിയൊന്നും അനങ്ങുന്നില്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം നമ്മുടെ ഹീറോ ആ ഒരു ഫോൺ കൊണ്ട് ഈ ഒരു ഡോറിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു ഫോണിന്റെ സ്ക്രീനിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോ കുറച്ചുകൂടി മുന്നിലേക്ക് ആ ഒരു ഫോൺ അടുപ്പിക്കുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. എന്താണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഹീറോയും ചോദിക്കുന്നത്, അല്ല എന്താ ഇതിനർത്ഥം, ഇതാരാ ഇങ്ങനെയെല്ലാം കെട്ടിയത്, ഇതെന്ത് ഡിസൈൻ ആണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും, അല്ല നീയല്ലേ ആർക്കിടെക്ട്, നീ തന്നെ ഇത് നല്ലതുപോലെ നോക്കാൻ പറയുമ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ അവരുടെ ആ ഒരു കബോർഡിൽ നിന്നും ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുക്കും. എന്നിട്ട് അതും കൊണ്ടുവന്ന് ഇത് ഡ്രില്ല് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊരു ചെറിയ പോറൽ പോലും വീഴുന്നില്ല. ഹീറോയിൻ എത്ര ട്രൈ ചെയ്തിട്ടും അതുപോലെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഹീറോ പറയും, ഇല്ല ഞാനത് ശ്രമിച്ചു നോക്കട്ടെ, വേണ്ട ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് അവൾ വീണ്ടും അത് ചെയ്യുമ്പോൾ കഴിയുന്നില്ല. അപ്പോൾ അവൾ പറയും, ശരി നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോൾ ഹീറോ വന്നിട്ട് ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് അവനും ഡ്രില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. നേരത്തെ ഹീറോയിൻ ചെയ്തതുപോലെ തന്നെയാണ്, അതിലൊരു അടയാളം പോലും വീഴുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അത് ഒരുപാട് നേരം ഇങ്ങനെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ആ ഒരു ഡ്രിൽ ബിറ്റ് ഉണ്ടല്ലോ അത് തന്നെ ചൂടായിട്ട് ഉരുകുന്നൊരവസ്ഥ. എന്നിരുന്നാലും ആ ഒരു കട്ടയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇതെന്താ ഇങ്ങനെ? അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഇനിയിപ്പോൾ ചെയ്യണ്ട, നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങി അവരുടെ ആ ഒരു ചുമരുണ്ടല്ലോ ആ ഒരു ചുമരി ഡ്രില്ല് ചെയ്യുന്നു. അങ്ങനെ കുറെ നേരം ആ ഒരു ചുമര് ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബിറ്റ് ഉള്ളിലേക്ക് പോയിട്ട് എന്തോ ഒന്നിൽ തട്ടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു സെയിം ചുമരിലേക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീടിന്റെ പല ഭാഗങ്ങളിലും ഇവർ ഇതുപോലെ ആ ഒരു തുളയിട്ട് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു കട്ടയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും ഈ ഒരു കട്ട കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു റൂം മുഴുവനായിട്ടും അവരിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു റൂമിൽ നിന്നും ആരൊക്കെ സംസാരിക്കുന്ന ഒരു ശബ്ദം ഇവർ രണ്ടുപേരും കേൾക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴത്തേക്കാണ് രണ്ടുപേർക്കും ആശ്വാസമായിട്ട് ഓടിച്ചെന്ന് ആ ഒരു ഭാഗത്തുണ്ടല്ലോ ആ ഒരു ഭാഗത്തെ ചുമരി അങ്ങനെ ഡ്രില്ല് ചെയ്ത് അവിടെ വലിയൊരു ഹോളാക്കും. ഹോളാക്കി അകത്തേക്ക് നോക്കിയിട്ട് ഹേയ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരുത്തം വന്ന് ഞങ്ങളിവിടെ പെട്ടുപോയി, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ ബഹളം വെച്ച് സംസാരിക്കുന്നു. അപ്പൊ അവന്റെ പേര് വേറൊന്നുമല്ല, മാർവിൻ എന്നാണ്. അതുപോലെ അവനൊരു ഗേൾ ഫ്രണ്ട് കൂടിയുണ്ട്, അവളുടെ പേര് അന്ന. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് കതക് തുറന്ന് നോക്കുമ്പോൾ ദേ ഇവിടെ മുഴുവനായിട്ടും ഈ ഒരു കട്ടകൾ കൊണ്ട് അടുക്കി വെച്ചേക്കുന്നു. എനിക്കിപ്പോ തന്നെ വെളിയിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ കിടന്ന് വെറുതെ അലറി വിളിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല് അവൻ നല്ലതുപോലെ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ അങ്ങനെയെല്ലാം പെരുമാറുന്നത്. അതുമല്ല ഹീറോയിൻ ആണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ അന്ന, അവളെ സമാധാനിപ്പിക്കും. ഹേയ് വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും റൂമിലേക്ക് വന്ന് ഇപ്പോൾ ഹീറോ നേരെ അവിടുത്തെ ആ ഒരു ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ വെള്ളം വരുന്നില്ല. അതുപോലെ അവിടെ നിന്ന് ഓടി നേരെ അടുത്തുള്ള ആ ഒരു ബാത്റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴും വെള്ളം ഇതുപോലെ വരുന്നില്ല. അപ്പോഴാണ് ഹീറോയിൻ നോക്കുമ്പോൾ ആ ഒരു മുറിയിൽ ഇവർക്ക് കുറച്ച് സോഡയും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയും, അല്ല ഞാൻ ആ ഒരു ഗെയിം കളിക്കുന്നത് പോലെ അതുപോലെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യം മാറ്റാൻ ശ്രമിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഗെയിമിന്റെ കാര്യം കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിന് വീണ്ടും ദേഷ്യം വന്ന് അവളിപ്പോ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പോവാന്ന്. അതുമല്ല ഇത്രയും വലിയൊരു പഴയ കെട്ടിടം, അതും യുദ്ധകാലഘട്ടത്തിൽ ഉണ്ടാക്കിയൊരു ബിൽഡിംഗ് ആണ്, ഇത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ലായിരുന്നു, ഇതിനെല്ലാം കാരണം നീയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹീറോയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് ഇനി എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയത്തില്ല, ഇതോടെ ഇതെല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞ് അവള് റൂമിലേക്ക് കയറി പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ശരിയാണ് നിന്റെ മനസ്സിലുള്ളതെല്ലാം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇതെല്ലാം പറഞ്ഞ് ഇവര് രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. അതുമല്ല ഹീറോയുടെ കയ്യിലുള്ള ഒരു കീബോർഡ് ഉണ്ട്, അതെടുത്ത് ഈ ഒരു ചുമരിലേക്ക് ഒരു ഒറ്റ ഏറ്, എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്രയും നേരമൊന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഒരേ റൂമിലിരുന്ന് മിണ്ടാതിരിക്കും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ ഹീറോ പതിയെ എഴുന്നേറ്റ് ആ ഒരു ചുമരിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ എന്തോ ഒരു കാര്യം പറ്റിയിരിക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കീബോർഡിലുള്ള ചെറിയൊരു ഭാഗമാണ് അതിലൊട്ടിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ഒരു ചുമരിന് ഒരു കാന്തിക ശക്തിയുണ്ട്, അത് കാരണമാണ് അതിങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും അപ്പോഴാണ് ഹീറോയിൻ അടുത്തേക്ക് കോഫി കൊണ്ടുവന്നിട്ട്, സോറി ടീം
നേരത്തെ അങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് നീ എന്തായാലും ഈ ഒരു കോഫി കുടിക്കാൻ പറഞ്ഞ് കോഫി കൊടുക്കുമ്പോൾ അതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഹീറോ ഇപ്പോൾ ആ ഒരു സ്പൂൺ എടുത്ത് നേരെ ആ ഒരു ചുമരിൻ്റെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അത് ഒട്ടിയിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഇപ്പോൾ ഹീറോയിന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും അതിനകത്തുള്ള ഇരുമ്പിലൊട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് ആ ഒരു ചുമരിൽ കൊണ്ടിങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഹീറോയിൻ ഓക്കെ നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് ഈ ഒരു കാര്യങ്ങളെല്ലാം പല വശങ്ങളിലേക്ക് നീക്കുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു ചുമരിന്റെ ചില ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും കാന്തിക ശക്തിയുള്ളത്. ആ ഒരു ഭാഗത്താണ് ഒരുപാട് എണ്ണവും ഒട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ ഹീറോയിൻ ഇപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മാറി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും എന്താണ് സംഭവിക്കുന്നത് നോക്കി നിൽക്കാണ്. കുറെ കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു കറണ്ടിയും മറ്റു കാര്യങ്ങളെല്ലാം തനിയെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ ഹീറോ പറയും എനിക്കിത് ശരിയായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹീറോയിനോട് കുനിയാൻ പറയുന്നതും അതിൽ അവർ വെച്ചിരിക്കുന്ന കത്തിയും കാര്യങ്ങളെല്ലാം തീർച്ചിങ്ങനെ വരികയാണ്. എന്തോ ഒരു ഭാഗത്തിന് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് ചെറിയ രീതിയിൽ പരികണ്ട്. കാരണം ചില പീസുകളെല്ലാം അവന്റെ ദേഹത്തെല്ലാം തറച്ചു കയറി നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കാരണം ഹീറോയുടെ ദേഹത്ത് നിന്നും ആ ഒരു ഇരുമ്പ് പീസുകളെല്ലാം വെളിയിലേക്ക് എടുത്ത് അത് നല്ലതുപോലെ വൃത്തിയാക്കി ഇവർ രണ്ടുപേരും പിന്നീട് ആ ഒരു വീടിനകത്ത് തന്നെ കഴിയാണ്. ഇപ്പൊ ആ ഒരു വീടിനകത്തുള്ള ആഹാരം ഉണ്ടല്ലോ ബാക്കി വന്നിരിക്കുന്ന അതെല്ലാം കഴിച്ച് ഒരു വിധത്തില് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അറിയാലോ എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ വീടിനകത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അടുത്തുള്ള റൂമിൽ നിന്നും ആ ഒരു പെണ്ണും അതേപോലെ തന്നെ മാർവിൻ എന്ന് പറഞ്ഞ അവനും ബഹളം വെക്കുന്നു. രണ്ടുപേരും ആ ഒരു ചുമരിന്റെ അടുത്തേക്ക് ചെന്ന് കേൾക്കുമ്പോൾ അവൻ പറയും എനിക്ക് വെളിയിൽ പോണം എന്നെ വിടെന്നും പറഞ്ഞ് അങ്ങനെ ബഹളം വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു പെണ്ണ് വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് അവളും കരയുന്നുണ്ട്. ഇത് കാരണം ഇവര് വിചാരിക്കും ആ ഒരു പെണ്ണിനെ അവൻ എന്തെങ്കിലും ഉപദ്രവിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് രണ്ടുപേരും ആ ഒരു ചുമര് നല്ലതുപോലെ ഡ്രിൽ ചെയ്തിട്ട് അത് തകർത്തിപ്പോ ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥയിലാക്കി മാറ്റി. ഹീറോ ഒരു ബേസ്ബോൾ ബാറ്റ് ഉണ്ട് അതും എടുത്ത് നേരെ അകത്തേക്ക് ഇങ്ങനെ പോവാണ്. അതുപോലെ കൂടെ തന്നെ നമ്മുടെ ഹീറോയിനും ഉണ്ട്. രണ്ടുപേരും അകത്തേക്ക് ചെന്ന് ആ ഒരു റൂമിൽ നോക്കുമ്പോൾ രക്തത്തുള്ളികളുണ്ടല്ലോ അതിങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം ഇതിനകത്ത് സംഭവിച്ചു. രണ്ടുപേരും അടുത്തുള്ള റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് താഴെ ഇങ്ങനെ കിടക്കാണ്. അതുപോലെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിക്കുമ്പോഴത്തേക്കും ദേഹത്ത് മുഴുവൻ രക്തമുണ്ട്. ഇതുകൂടി കണ്ട് ഹേയ് അവനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അടുത്തുള്ളൊരു മുറിയിലുണ്ടെന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോ ആ ഒരു ബാറ്റും കൊണ്ട് പതിയെ ആ ഒരു മുറിയിലടുത്തേക്ക് ഇങ്ങനെ നടന്നു ചെല്ലും. പെട്ടെന്നാണ് മാർവിൻ പുറകിലൂടെ വന്ന് അവളെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് ഹീറോയെ പിടിച്ച് താഴെക്കിട്ട് അവന്റെ കഴുത്ത് ഞെരിച്ച് ഹീറോയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ അങ്ങനെ ശ്വാസം വിടുന്നതും ഹീറോയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇത് കണ്ട ഹീറോയിൻ ഓടി വന്നിട്ട് ഒരു സ്പ്രേ എടുത്ത് അവന്റെ കണ്ണിലേക്ക് ഒരു ഒറ്റയടി. വേദന കൊണ്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹീറോ ആ ഒരു ബാറ്റ് കൊണ്ട് അവന്റെ വയറിൽ ഇടിച്ചിട്ട് അവൻ ഇടിച്ചത് താഴെക്കിടും. എന്നിട്ട് അടിക്കാൻ വരുമ്പോൾ അന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ ഓടി വന്ന് ഹേയ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? അവൻ എന്നെ ഒന്നും ചെയ്തില്ല സത്യത്തില്. അവൻ ഒരിക്കലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ ഇത് ആരുടെ രക്തമാണ്? ഇത് അവന്റെ തന്നെ രക്തമാണ്. ആ ഒരു ചുമര് തകർക്കാൻ ശ്രമിച്ചപ്പോ മുറിഞ്ഞു പോയതാണ്. അല്ലാതെ അവൻ എന്നെ ഉപദ്രവിക്കില്ല. അതുപോലെ അവൻ അധികമായിട്ട് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് പറയുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് മാർവിന്റെ കൈ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയങ്ങ് വയ്ക്കും. എന്നിട്ട് ഇവർ നാലുപേരും ആ ഒരു മുറിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. കുറെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർവിൻ ആ ഒരു ബോധമെല്ലാം തെളിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ അന്നയെ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ട് അന്നയുടെ അടുത്ത് തന്നെയാണ് മാർവിൻ ഇരിക്കുന്നത്. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വീടിന്റെ സ്റ്റോർ റൂമിനകത്തേക്ക് ചെന്നിട്ട് അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ ഹീറോയിനും അവിടേക്ക് വരും. ശരി ബാ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ മുഴുവനായിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ചുറ്റിയല കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ചുറ്റിയല എടുത്തിട്ട് അതും അത്രയും വലിയൊരു ചുറ്റിയലാണ്. ശരി ഇത് വെച്ച് യൂസ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു ചുറ്റിയൽ ഉപയോഗിച്ച് ഈ ഒരു ചുമരുണ്ടല്ലോ അത് ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ആ ഒരു ചുമരൊന്നും അനങ്ങുന്നത് പോലുമില്ല. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട മാർവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഹേയ് നിങ്ങൾ എന്താ ആ ഒരു ചുറ്റിയൽ കൊണ്ട് ചെയ്യുന്നത്? എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഹീറോ തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് അപകടം സംഭവിക്കുന്നത് നീ പറയുന്നു? എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ നീയാണ് ആ ഒരു കാര്യം പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് അല്ല ഗൈസ് എന്റെ കൈ എന്തിനാ നിങ്ങൾ കെട്ടിയിട്ടേക്കുന്നേ? അപ്പൊ എന്നെ പറയും അത് മാർവിൻ നീ ആ ഒരു ഡ്രഗ് യൂസ് ചെയ്തില്ലേ അതിന്റെ എഫക്റ്റില് നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് പോലും അറിയത്തില്ല. അവനെ നീ കൊല്ലാൻ നോക്കി എന്ന് പറയുമ്പോൾ ഓ സോറി ഞാനത് അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുന്നതും ഹീറോ പറയും എന്ത് തന്നെയായാലും നീ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് അവര് രണ്ടുപേരും പെട്ടെന്ന് കിസ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഒരു ഐഡിയ പറയുന്നത് ശരി ഇത് തകർക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഈ ഒരു ഫ്ലോർ പൊളിച്ച് താഴേക്ക് പോയിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഈ യുദ്ധകാലത്ത് നിർമ്മിച്ച ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിനടിയിൽ ഒരു ടണലുണ്ട്. അതുവഴി നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിയും എന്നുള്ള രീതിയിൽ ആ ഒരു പ്ലാൻ എല്ലാം വരച്ച് കാണിക്കുമ്പോൾ ഓക്കെ ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ എന്തായാലും ഒരു 4 ഫ്ലോറെങ്കിലും ഇവർക്ക് താഴേക്ക് പോകേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഒരു തറ അടിച്ച് പൊളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് പൊളിക്കുമ്പോൾ മാർവിൻ പറയുന്നുണ്ട് ഇതെന്താ ഈ ഒരു കാര്യം? ചിലപ്പോൾ പണക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഗെയിം കളിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അത് നമ്മളെ വെച്ച് ഈ ഒരു സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ. ഓക്കെ എന്ത് തന്നെയായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം എന്നും പറഞ്ഞ് ആ ഒരു ഫ്ലോർ ഇപ്പൊ അവർ തകർത്തിട്ട് അടിയിലേക്ക് നോക്കുമ്പോൾ ആരെയും അങ്ങനെ കാണുന്നില്ല. ശരി എന്തായാലും മുകളിൽ നിന്നിട്ട് ഒരു കാര്യമില്ല താഴേക്ക് ഇറങ്ങണം. ഹീറോ അവിടെയുള്ള തുണിയെല്ലാം കൂട്ടിക്കെട്ടി അതീ പിടിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങും.
താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആ ഒരു വീടിനകത്ത് ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് ഒരു സിലിണ്ടറിൽ തൂക്കി ഒരു അപ്പൂപ്പൻ നടന്നിങ്ങനെ വരുന്നു. അപ്പൊ ഈ ഒരു അപ്പൂപ്പന്റെ വീടാണിത്. അതുപോലെ അപ്പൂപ്പന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു തോക്കുമുണ്ട്. ഹീറോ പറയും, സോറി, ഞാൻ വേറൊന്നും ചെയ്യാനല്ല ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ, ഈ ഒരു വീട്ടിലുള്ള ഒരു കാര്യങ്ങൾ നിനക്ക് ഞാൻ തരത്തില്ല. അപ്പോഴും ഹീറോ പറയുന്നുണ്ട്, ഞാൻ അതെടുക്കാനല്ല വന്നത്, എനിക്ക് താഴേക്ക് ഓടുന്നു പറയുമ്പോൾ, അതെന്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും കഴിയത്തില്ല, നീ തിരിച്ച് മുകളിലേക്ക് തന്നെ പോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഹീറോയും മുകളിൽ നിന്നിട്ട് ആ ഒരു അപ്പൂപ്പന്റെ പേര് വിളിച്ച് അപ്പൂപ്പനോട് പറയുന്നുണ്ട്, സാർ കുഴപ്പമൊന്നുമില്ല. അവന് വെറുതെ വിടാൻ പറയുമ്പോൾ അയാൾ കേൾക്കത്തില്ല. എന്നിട്ട് തോക്കും കൊണ്ട് ഹീറോയുടെ അടുത്തേക്ക് വരുന്നതും ഈ അപ്പൂപ്പന്റെ കൊച്ചുമകള് പെട്ടെന്ന് റൂമിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയും, മുത്തശ്ശൻ അറിയത്തില്ലേ, ഈ ഒരു ഫ്ലോർ വിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയുമെന്ന്. അപ്പോൾ ആ ഒരു അപ്പൂപ്പൻ പറയും, എന്തായാലും 3 ദിവസം കഴിഞ്ഞാലേ എല്ലാം അവസാനിക്കും. അപ്പോൾ വേണ്ടി വന്നാൽ ഇവർ നമ്മളെ കൊല്ലാൻ പോലും മടിക്കത്തില്ല എന്നും പറഞ്ഞ് അപ്പൂപ്പന്റെ കൊച്ചുമകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൂപ്പൻ അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അപ്പൂപ്പൻ അറിയാം ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന്. എന്നിട്ടും അതിന് സമ്മതിക്കാത്തത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൂപ്പന് 2 കൊള്ളാത്തതിന്റെ കുഴപ്പം തന്നെയാണ്. അങ്ങനെ ആ ഒരു കൊച്ചുമകൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ അപ്പൂപ്പൻ പറയും, ഓക്കെ ശരി, നിങ്ങൾ താഴേക്ക് വന്നു, പക്ഷേ എന്റെ മകളുടെ ദേഹത്ത് ആര് കൈവച്ചാലും ഞാൻ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുമെന്നും പറഞ്ഞ് ഇപ്പൊ ബാക്കി 3 പേര് താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ മാർവിൻ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അപ്പൂപ്പൻ ചോദിക്കുന്നത്, ഇവന്റെ കൈ എന്താ കെട്ടിവെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, അത് വെറുതെ കെട്ടിവെച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞ് ആ ഒരു കൈ എന്റെ കെട്ടം കഴിക്കും. എന്നിട്ട് ആ ഒരു ചുറ്റിയിലെടുത്ത് മാർവിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ശരി നീ തന്നെ തറ പൊളിക്കാൻ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ മാർവിനാണ് ആ ഒരു തറ പൊളിക്കുന്നത്. അങ്ങനെ അവൻ ആ ഒരു തറ പൊളിക്കുമ്പോൾ ആ ഒരു കൊച്ചുമകള് അവൾക്ക് സംഭവിച്ച കാര്യം പറയുന്നുണ്ട്, ഞാൻ രാവിലെ 4 മണിക്ക് ബാത്റൂമിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു ചുമര് കണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവിടെ നോക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് എന്തോ ഒരു കാര്യം ഇങ്ങനെ കിടക്കുന്നു. അത് ഹീറോ എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ക്യാമറയുണ്ട്. അപ്പോൾ ഹീറോ അവർ അപ്പൂപ്പനെ നോക്കിയിട്ട്, ദേ ഇത് നിങ്ങളുടെയാണോ, നിങ്ങൾ ഇവിടെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും, ഇത് ക്യാമറയൊന്നുമല്ല, ഇത് ഫയർ അലാമാണ്, ഫ്രിഡ്മാനാണ് ഇത് ഈ ഒരു വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ട് പോയത്. കാരണം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇതൊരിക്കലും അതല്ല, ഇത് ക്യാമറയാണ് എന്നുള്ള കാര്യം പറയുന്നതും എല്ലാവരും അതിലേക്ക് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത മുറിയിലേക്ക് ചെന്നിട്ട് അവിടെയും ഇതുപോലെ ആ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. അത് തട്ടിയിളക്കി നോക്കുമ്പോൾ അതിനുള്ളിലും ഈ ഒരു ക്യാമറ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മനഃപൂർവ്വം ആരോ ചെയ്യുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ മാർവിൻ പറയും, അതെ, നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഒരു വീടിനകത്ത് ക്യാമറ എല്ലാം വെച്ച് ഒരു ഗെയിം പോലെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, ഈ ഒരു സ്കിഡ് ഗെയിം എല്ലാം കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഏതോ ഒരു പണക്കാരൻ നമ്മളെ വെച്ചെല്ലാം കളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓണർ തന്നെയായിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ശരി, അത് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് ചെന്നാലോ. അപ്പൊ ആ ഒരു അപ്പൂപ്പൻ പറയും, അതെ, കാരണം അവന്റെ വീട് ദേ അടുത്ത റൂമാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അപ്പൂപ്പൻ പറയും, ശരി, നമുക്ക് ഒരു ചുമര് കൂടി തകർക്കാന്ന് പറഞ്ഞ് ഇവരിപ്പോ ആ ഒരു ചുമര് തകർത്ത് ഈ ഒരു ഓണർ ഉണ്ടല്ലോ ഫ്രിഡ്മാൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ആ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ ഹീറോ അകത്തേക്ക് കയറി പോകുമ്പോൾ മാർവിനും പുറകെ തന്നെ പോകുന്നുണ്ട്. ബാക്കി 4 പേർ അവിടെ തന്നെ നിൽക്കാണ്. അപ്പോൾ മാർവിൻ ചോദിക്കും, അപ്പോൾ ആ ഒരു തോക്ക് തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും, ഇല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്, നീ തോക്ക് വാങ്ങണ്ട എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടാണ്. അങ്ങനെ ടിമ്മും മാർവിനും ആ ഒരു മുറിക്കകത്തേക്ക് കയറി ചെന്നിട്ട് ബാക്കിയുള്ള ഇവരെ കൂടി ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെ എവിടെയും അയാളെ കാണുന്നില്ല. അപ്പോഴാണ് അടുത്തൊരു റൂം ഇങ്ങനെ തുറന്നെടുക്കുന്നു. അതിനകത്തേക്ക് ഇവർ 2 പേര് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, ഫ്രിഡ്മാൻ എന്ന് പറഞ്ഞ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നു. അതുമല്ല അയാളുടെ 2 കൈയും മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്കും മനസ്സിലാവുന്നില്ല. ഈ വീടിനകത്താണെങ്കിൽ അയാളെ കൊല്ലാനായിട്ട് വേറെ ആരുമില്ല, പിന്നെ എങ്ങനെ ഈ ഒരു കാര്യം സംഭവിച്ചു എന്നറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് ബാക്കി എല്ലാവരും ഈ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോവും. കാരണം അവരെ കൊണ്ട് ഈ ഒരു കാര്യം കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. ഹീറോ നോക്കുമ്പോഴത്തേക്കാണ് അയാളുടെ ഫോണ് അടുത്ത് കിടപ്പുണ്ട്. നേരെ ചെന്ന് ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് ലോക്ക് ആയിട്ടില്ല. ഇപ്പൊ അതിന്റെ ഗാലറി തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ അതിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ അയാള് ഈ ഒരു ചുമരിന്റെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാതെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് നേരെ തിരിച്ചു വന്ന് ഈ ഒരു അപ്പൂവനോട് ചോദിക്കും, അപ്പൂവാ, ഈ ഒരു റൂമിനകത്ത് ഫ്രിഡ്മാനെ അല്ലാതെ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂവൻ പറയും, ഇല്ലില്ല, ഫ്രിഡ്മാൻ അല്ലാതെ വേറെ ആരുടെയും ശബ്ദം ഞാൻ കേട്ടില്ല. അപ്പൊ ഇതെന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കൊച്ചുമകൾ പറയും, ചിലപ്പോൾ ഇത് മാട്രിക്സ് പോലെ നമ്മൾ 100 വർഷങ്ങൾക്ക് മുന്നേ കണ്ട ആ ഒരു സിനിമയില്ലേ, ചിലപ്പോൾ അതുപോലെയാണെങ്കിലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ പല തിയറി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ മാർവിൻ അവിടെ ഇരുന്ന് ആ ഒരു ചുറ്റിയിൽ വെച്ച് തറയിൽ അടിച്ചടിച്ചടിച്ച് അവസാനം ആ ഒരു ഫ്ലോർ അങ്ങ് പൊളിഞ്ഞ് ഇവർ നേരെ താഴേക്ക് വന്നങ്ങ് വീഴും. കാരണം അത് ഇത്തിരി പഴകിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവരെല്ലാവരും താഴേക്ക് വന്ന് വീഴുമ്പോൾ ഈ അപ്പൂപ്പന്റെ വീട്ടിൽ നിന്നും ഒരു ഏണി എടുത്ത് താഴേക്ക് വെച്ച് അതുവഴി ഇവരെല്ലാവരും താഴേക്ക് ഇറങ്ങും. എന്നിട്ട് ഹീറോയും വന്ന് ടിമ്മിനെ വിളിക്കുമ്പോഴത്തേക്ക് അവന്റെ ബോധം പോയി. എന്നിരുന്നാലും അവൻ പതി എഴുന്നേറ്റ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കാലിനൊക്കെ ചെറിയ പരിക്കേ പറ്റിയിട്ടുള്ളൂ. അതേപോലെ തന്നെ മാർവിനും. അപ്പോഴാണ് മുകളിൽ നിന്ന് ഈ ഒരു അപ്പൂപ്പൻ പറയുന്നത്, ഞാൻ വരുന്നില്ല, നീ താഴെ പോയിക്കോന്ന് പറയുമ്പോൾ കൊച്ചുമോള് പറയും, ഇല്ലില്ല, ഞാൻ ഒരിക്കലും താഴെ പോകത്തില്ല അപ്പൂവനെ വിട്ടിട്ട്. അതുകൊണ്ട് അപ്പൂവനും എന്നോടൊപ്പം തന്നെ വരണമെന്ന് പറഞ്ഞ് അവള് വാശി പിടിക്കുമ്പോൾ അപ്പൂപ്പൻ ആ ഒരു തോക്കെടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് അതുകൊണ്ട് നേരെ അവളുടെ പുറകെ താഴേക്ക് ഇറങ്ങി വരികയാണ്.
അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു മുടിയൻ ഈ ഒരു മുറിക്കകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇവനെ കാണുമ്പോൾ നമ്മുടെ അപ്പൂവൻ തോക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുടിയൻ പറയും, ഇല്ലില്ല, തോക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എന്തായാലും നല്ലൊരു സ്ഥലത്ത് നിന്നല്ല വരുന്നത് എന്നെനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങൾ ആരാ, നിങ്ങളുടെ പേരെന്താ ചോദിക്കുമ്പോൾ എൻ്റെ പേര് യൂറി, ആൻറ്റൻ്റെ സുഹൃത്താണെന്ന് പറയുന്നതും. ഈ ആൻറ്റൻ എന്ന് പറഞ്ഞാൽ ഇവര് സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഹീറോയിനും ആ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരകത്തേക്ക് പോയ ഒരാളെ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരാളാണ് കുറച്ച് ദിവസം ഇവിടെ താമസിക്കാന്ന് പറഞ്ഞാണ് വന്നത്. അല്ല നിങ്ങളെല്ലാവരും എന്താ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നേ, അത് ഈ ഒരു ഫ്ലോർ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ താഴെ ഒരു ഷെൽട്ടർ ഉണ്ട്, അതുവഴി നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് പറയുന്നതും യൂറി പറയും, സോറി ഗൈസ്, നിങ്ങൾക്ക് ഒരിക്കലും അത് കഴിയത്തില്ല, കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഡിഫൻസ് മെക്കാനിസം അതുപോലൊരു പ്രൊട്ടക്ഷന്റെ അകത്താണ്, അതുകൊണ്ട് നമുക്ക് ആർക്കും വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു അപ്പൂവൻ പറയും, അതെ ഞാൻ ആർമിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ആ ഒരു സമയത്ത് ഞാനും ഇതുപോലെ ഒരു സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും കണ്ടിട്ടില്ല, അതുകൊണ്ട് നീയും അത് കാണാനായിട്ട് ഒരു ചാൻസ് ഉണ്ടാകത്തില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് നീ ന്യൂസ് ഒന്നും കാണാറില്ലേ, പുതിയ ലോകത്തിന്റെ ഉത്തരവ്, ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറയുമ്പോൾ ഹീറോയും ചോദിക്കും, ശരി ഇപ്പൊ ആന്റൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഇവൻ നേരെ ആ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആന്റനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ബോധമില്ലാതെ കിടക്കുന്നു. അല്ല ആന്റൻ എന്താ സംഭവിച്ചേ, ഇവൻ ആ ഒരു ചുമരിന് മുന്നിലേക്ക് ചെന്നപ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ട് അവൻ അവിടെ തന്നെ മയങ്ങി വീണു. അതുമല്ല അവനാണെങ്കിൽ ഈ ഒരു ഫേസ് മേക്കർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ അത് അടുത്തേക്ക് ചെന്നപ്പോൾ പ്രവർത്തിക്കാതെ വന്നേക്കാം എന്ന് യൂറി പറയുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശന്റെ കൊച്ചുമോളുണ്ടല്ലോ, അവൾ അടുത്തിരിക്കുന്ന ആ ഒരു ടേബിളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ആന്റൻ ഈ ഒരു ചുമരിനെ പറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തതാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും കുഴപ്പക്കാരല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ശരി നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യൂറി പറയും, ഇല്ല നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്, അതെന്തുകൊണ്ട്? അപ്പോൾ ആ ഒരു അപ്പൂവൻ പറയും, ചിലപ്പോൾ അവൻ പറയുന്നത് പോലെ ഇതിന് വെളിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മളെല്ലാവരും വെളിയിലേക്ക് പോയി കഴിഞ്ഞാലേ നമ്മൾ മരണപ്പെടും. അപ്പോൾ ഹീറോയും പറയും, ഇതിനകത്ത് നിന്നാലും നമ്മൾ മരണപ്പെടും. പക്ഷെ ഹീറോയിൻ അത് കാര്യമാക്കുന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും താഴേക്കുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കാനായിട്ട് പോകുമ്പോൾ ആ ഒരു കൊച്ചുമോള് പറയും, ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നേരെ ആ ഒരു ടേബിളിനടുത്തേക്ക് വന്ന് അവൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം എടുത്തിങ്ങനെ നോക്കാണ്. അപ്പോഴേക്കാണ് യൂറി പുറകിലൂടെ വന്ന് ഇതെല്ലാം ഈ ഒരു ചുമരിനെ പറ്റി അവൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ എല്ലാവരെ കൊണ്ടും അത് സാധ്യമാവത്തില്ല, ഒരുപക്ഷെ അത് കാരണമായിരിക്കാം അവന് ബോധം നഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരുണ്ടല്ലോ അവർ നേരെ ഈ ഒരു ഫ്ലോർ വീണ്ടും തകർത്ത് ഏറ്റവും താഴത്തെ ആ ഒരു ഷെൽട്ടറിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു തുരങ്ക വഴി വെളിയിലേക്കുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലം നമ്മുടെ ഹീറോ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അവൻ നേരെ താഴേക്ക് ഇറങ്ങി. ഓക്കെ ഇവിടെ സേഫ് ആണ്, എല്ലാവരും താഴേക്ക് വരാൻ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഇവർ രണ്ടുപേരും അതിനകത്തേക്ക് പോയിട്ടുള്ള ആ ഒരു വഴിയുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അതും ചവിട്ടി തുറന്ന് ഇപ്പോൾ വെളിയിലേക്ക് പോയിട്ടുള്ള ആ ഒരു വഴി ഇവർ കണ്ടുപിടിച്ചു. ഇനി കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഡോർ തുറന്ന് ഇവർക്ക് വെളിയിലേക്ക് പോവാം. അതേസമയം മുകളിൽ നമ്മുടെ കൊച്ചുമോളുണ്ടല്ലോ അവള് പതിയെ ആ ഒരു ഏണി വഴി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ അവളിങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ യൂറി എന്ന് പറഞ്ഞ അവൻ ഒരു വല്ലാത്ത രീതിയിൽ ഇവരെ ഇങ്ങനെ നോക്കാണ്. അവന്റെ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു കള്ളത്തരം നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ അതെന്താണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഹീറോയിനും ഒരുപാട് ദൂരം നടന്നു വന്ന് അവസാനം ഈ ഒരു വെളിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു വഴിയുണ്ടല്ലോ ആ ഒരു ഡോറിനടുത്ത് എത്തി. അപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി, എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ചുറ്റിയൽ കൊണ്ടുവന്ന് ഈ ഒരു ഡോറിന്റെ ലോക്ക് ഉണ്ടല്ലോ അതിലേക്ക് 2-3 അടി അടിച്ചടിച്ച് അത് പൊട്ടിച്ച് ഇപ്പൊ ആ ഒരു ഡോറ് തുറക്കുമ്പോഴത്തേക്കാണ് ആഹാ എന്താന്ന് കാണിക്കുമ്പോൾ അവിടെയും അതേപോലെ തന്നെ ആ ഒരു ചുമരിങ്ങനെ നിർമ്മിച്ചു വെച്ചേക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല 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 ഇത് ഒരിക്കലും സാധ്യമാവത്തില്ല, കാരണം ഇത് ഭൂമിക്കടിയിലാണ് ഈ ഒരു തുരങ്കമുള്ളത്, ഇവിടെ എങ്ങനെ അത് വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ആകെ ദേഷ്യം കാരണം ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഈ ഒരു ശബ്ദമെല്ലാം കേൾക്കുന്ന യൂറി ഉണ്ടല്ലോ അവരിപ്പോ മുകളിലിരുന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനും ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ താഴെ കാണിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ മാർവിനുണ്ടല്ലോ അവനായാലും നല്ല ദേഷ്യം വന്നിട്ട് ഇപ്പൊ സഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു ചുറ്റിയൽ അങ്ങനെ പിടിച്ചു വാങ്ങി ഇത് തകർത്ത് ഞാൻ വെളിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുറ്റിയൽ കൊണ്ട് ആ ഒരു ചുമരിലേക്ക് 2-3 തവണ ഇങ്ങനെ ഇടിക്കും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ടിം ഓടി വന്ന് മാർവിനെ പിടിച്ച്, മാർവിൻ വേണ്ട വേണ്ട ആ ഒരു ചുറ്റിയൽ എന്നെ ഇല്ലാണ്ടാക്കരുത്, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും നോക്കാന്നെല്ലാം പറയുമ്പോൾ മാർവിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് അവനത് തകർക്കുമെന്ന് പറഞ്ഞു തന്നെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു അപ്പൂപ്പൻ പുറകിലൂടെ വന്ന് തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് വെച്ചിട്ട് ഇപ്പൊ അടങ്ങി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ മാർവിൻ പറയും ഓക്കെ ശരി നമുക്ക് എന്തായാലും വേറൊരു വഴി കണ്ടുപിടിക്കാം, ഞാനിപ്പോൾ ഓക്കെയാണ് എന്നും പറഞ്ഞ് സംസാരിച്ച് തിരിഞ്ഞു നിന്ന് ഈ ഒരു അപ്പൂവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി ആ ഒരു ചുമരിലേക്ക് ദേഷ്യം കാരണം 2-3 തവണ ഷൂട്ട് ചെയ്യും. പക്ഷെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, ഇവ ഷൂട്ട് ചെയ്ത ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ ആ ഒരു ചുമരിൽ കൊണ്ടിട്ടില്ല, അത് ആ ഒരു ചുമരിന് അടുത്തായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി, നേരത്തെ സംഭവിച്ചതുപോലെ അതല്ല ഇപ്പൊ തിരിച്ചു വരാൻ പോകുന്നു.
ഇത് കാരണം ഹീറോ പറയും എല്ലാവരും കുനിയാനായിട്ട് പറയുന്നതും ഇവരെല്ലാവരും കുനിയും, പക്ഷേ നമ്മുടെ അപ്പൂപ്പന് മാത്രം കുനിയാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഈ ഒരു ബുള്ളറ്റ് എല്ലാം നല്ല വേഗതയിൽ തന്നെ തിരിച്ചു വരുന്നു. ഇവർക്കാർക്കും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അങ്ങനെ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പൂപ്പന്റെ നെഞ്ചിലേക്ക് ആ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൂപ്പൻ നേരെ താഴേക്ക് വന്ന് വീണ്. എന്തായാലും നല്ല വയസ്സായിട്ടുള്ള ഒരാളാണ്, അധികം നേരം അപ്പൂപ്പനെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒരുപാട് രക്തം പോയിട്ട് അപ്പൂപ്പൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതുകൂടി ആവുന്നത് നമ്മുടെ മാർവിന് ഒരു കുറ്റബോധം. അവൻ കാരണമാണ് ഈ ഒരു അപ്പൂപ്പൻ മരിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് യൂറി എല്ലാവരോടും പറയുന്നുണ്ട് നമുക്ക് ആർക്കും മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പൊ ഇത് കേട്ട അന്ന പറയും അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ? എനിക്ക് കുട്ടിക്കാലത്ത് ഒരു അപകടം സംഭവിച്ചപ്പോൾ ഒരു 2 നിമിഷത്തേക്ക് ഞാൻ മരണപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കൊച്ചുമാളുണ്ടല്ലോ, അവള് പറയും അവളുടെ അമ്മ 2 വർഷങ്ങൾക്ക് മുന്നേ ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെട്ടത്. മരിച്ചപ്പോൾ ഞാൻ അമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ യൂറി പറയും ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പേടിച്ചു നോക്കുമ്പോൾ ഇല്ലല്ല, ഞാൻ പോലീസായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതുപോലെ ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മാർവിന്റെ കാര്യമാണെങ്കിൽ അവൻ ഇപ്പോ ആ ഒരു അപ്പൂപ്പനെയും കൊന്നു. അപ്പൊ അവൻ പറയാം അത് ഞാൻ കാരണമല്ല, അറിയാതെ സംഭവിച്ചതാന്ന് പറയുമ്പോൾ ആ കൊച്ചുമോള് പറയും ഏയ് മിണ്ടാതിരിക്കെ, നീ കാരണമാണ് അത് സംഭവിച്ചതെന്നും പറഞ്ഞ് അവള് ദേഷ്യപ്പെടും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനും അവർക്ക് രണ്ടുപേർക്കും അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഹീറോയിൻ അവരുടെ കുഞ്ഞിന്റെ കാര്യം പറയാനായിട്ട് വരുമ്പോൾ ഹീറോ തലയാട്ടുന്നുണ്ട് പറയരുതെന്ന്. പക്ഷെ അവൾ പറയും. ഈ ഒരു കാര്യം കേൾക്കുന്നത് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൻ അടുത്തൊരു റൂമിലേക്ക് പോയി. ഇപ്പോൾ ഹീറോയിനും പുറകെ വന്നിട്ട് ആ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഹീറോ പറയും നീ ഇപ്പോൾ ഒരിക്കലും ആ ഒരു കാര്യം പറയരുതായിരുന്നു എന്ന് പറയുമ്പോൾ അതെ പറയണം, കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മരിക്കോ ജീവിക്കോ എന്നും അറിയത്തില്ല, ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ച് വഴക്കിടും. വേറെ ഒന്നുമല്ല, ഇവരുടെ കുഞ്ഞ് മരിച്ചതിന് ശേഷം രണ്ടുപേർക്ക് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും പരസ്പരം നല്ലതുപോലെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. കുഞ്ഞ് മരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഹീറോ നേരെ ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്കാണ് പോയിരുന്നത്. അപ്പൊ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഹീറോയിന് അവനോട് എത്രയും ദേഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മറക്കാനായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോവാം എന്ന് ഹീറോയിൻ പറഞ്ഞത്. അങ്ങനെ അവര് രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ എന്തെങ്കിലും കിട്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് ഇവർ പലയിടങ്ങളിൽ പോയി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. കാരണം ആൻഡം എന്ന് പറഞ്ഞാൽ അവൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം ഇത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ബുക്കോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ഹീറോയും മാർവിനും ഫ്രിഡ്മാൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കുന്നുണ്ട്. ഹീറോയിൻ അതേപോലെ തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ അവള് പിന്നെ യൂറി അവർ മൂന്നുപേരും ആൻഡം എന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിൽ നിൽക്കാണ്. എന്നിട്ട് അവൻ വരച്ചു വെച്ച ആ ഒരു പേപ്പർ ഡ്രോയിങ് ഇതെല്ലാം എടുത്തു വെച്ച് എന്താണെന്ന് ഇങ്ങനെ നോക്കുന്നു. അതേസമയം ഇവിടെ ഫ്രിഡ്മാന്റെ വീട്ടില് ഹീറോ ആ ഒരു റൂമെല്ലാം നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ ഇവരുടെ വീടിനെക്കാട്ടി ഈ ഒരു റൂം ചെറുതാണ്. അതെന്തുകൊണ്ടാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് അടുത്തുള്ള ആ ഒരു ചുമരിൽ പ്രത്യേകതരം തടിയെല്ലാം വെച്ചിട്ട് എന്തോ ഒരു കാര്യം ഒരു റൂം പോലെ ഒരു കാര്യം ഹീറോ കണ്ടുപിടിക്കും. പക്ഷെ അതിനുള്ളിലേക്ക് പോകാനായിട്ട് അവനെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് മാർവിൻ അടുത്തുള്ള ആ ഒരു മേശയിൽ നിന്നും എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് ഹീറോയെ കൊണ്ട് ഇങ്ങനെ കാണിക്കും. ഏയ് ഇതെന്താന്ന് നോക്കാൻ പറയുമ്പോൾ അപ്പോഴാണ് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു പാസ്വേഡ് അടിക്കുന്ന റിമോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു സീക്രട്ട് ആയിട്ടുള്ള മുറി തുറക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഹീറോ മനസ്സിലാക്കി. ഓക്കെ, എനിക്ക് കുറച്ച് പൊടി വേണം, വെള്ളപ്പൊടി, കാരണം റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഇവർക്ക് അടിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ 10 നമ്പർ ഉള്ളപ്പോൾ ലക്ഷക്കണക്കിന് കോമ്പിനേഷൻ അതിൽ വരും. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒരു കാർഡ് കണ്ടുപിടിക്കാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് അത് നാനോ ടെക്നോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണത്. അപ്പൊ ഈ ഒരു കാർഡ് ആദ്യത്തെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു കാര്യം ഇവർ കണ്ടുപിടിക്കുമ്പോൾ യൂറിയുടെ മുഖം പിന്നെയും മാറുന്നുണ്ട്. അപ്പൊ അവനോട് ചോദിക്കും എപ്സിലോൺ നാനോ ടെക്നോളജി ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവനൊരു പ്രോഗ്രാമറാണ്, അവന്റെ ജോലിയെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും ആ ഒരു ചെറിയ പെൺകുട്ടി അടുത്തുള്ള ഒരു മേശ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് പൊട്ടിപ്പോയ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നു, അതേപോലെ തന്നെ ഒരു ഫോണും. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ എടുത്ത് അടിച്ചു പൊട്ടിച്ചതാണ്. അതേപോലെ തന്നെ ഫോണും. അങ്ങനെ ഇവർ ആ ഒരു വേസ്റ്റ് ബക്കറ്റിൽ നോക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരുപാട് പേപ്പറുകളൊക്കെ ഉണ്ട്. അവൻ ഈ ഒരു കോഡെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിച്ചതുപോലെ. പക്ഷെ ഇവർക്ക് പെട്ടെന്ന് അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഒരു പ്രോഗ്രാമറിനെ അറിയുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാർ കണ്ടാല് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എന്തോ ഒരു കോഡാണെന്ന് മാത്രം ഇവർക്ക് മനസ്സിലായി. അപ്പൊ ഇവർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട് ഇത് എന്തിന്റെ കോഡായിരിക്കും, ഇത് തുറക്കാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ യൂറി പെട്ടെന്ന് ചിരിച്ചിട്ട് ഈ ഒരു ചുമരുകൾ തുറന്നു കഴിഞ്ഞാല് വിഷവായു ഉള്ളിലേക്ക് വരും, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു പൊടി കൊണ്ടുവന്നിട്ട് ഈ ഒരു റിമോട്ടിലേക്ക് അങ്ങനെ ഊതി വിടുമ്പോഴത്തേക്കും ഇതിന് മുന്നേ ആ ഒരു പാസ്വേഡ് അടിച്ച നമ്പറുകളുണ്ടല്ലോ അതിൽ ആ ഒരു ഫിംഗർ പ്രിന്റ് നല്ലതുപോലെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ഒരു 4 നമ്പറുകളാണ്. ഇത് കോമ്പിനേഷൻ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് തുറക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തുറക്കാൻ കഴിയും എന്നും പറഞ്ഞ് ഇവരത് തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അന്നയുണ്ടല്ലോ അവള് പറയും ഞാൻ ബാക്കിയുള്ളവരെ കൂടി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ റൂമിനകത്തേക്ക് പോവാണ്. അങ്ങനെ അവള് നേരെ മുറിയിലേക്ക് ചെന്നിട്ട് യൂറി ഹീറോയിൻ ആ ഒരു പെൺകുട്ടി അവളോട് പറയും
നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു, പെട്ടെന്ന് വരാൻ പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു 4 നമ്പർ കോമ്പിനേഷൻ മാറ്റി മാറ്റി അടിച്ച് അവസാനം ആ ഒരു ഡോർ തുറക്കുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും പതിയെ ആ റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഇവരുടെ എല്ലാവരുടെയും വീടിനുള്ളിൽ ഈ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ കാണാൻ കഴിയും. അപ്പൊ ഇത് കാണുന്നത് മാർവിൻ പറയും, ഞാൻ പറഞ്ഞില്ലേ ഇവൻ തന്നെയാണ് ആ ഒരു ഗെയിമർ, ഇവനാണ് നമ്മളെ വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിൽ റെക്കോർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും പുറകിൽ വരും. എന്നിട്ട് മാർവിന്റെ റൂമിൽ നോക്കുമ്പോൾ അവർ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അത് 1-2 തവണ എന്നല്ല 4 തവണ. അപ്പൊ ഇത് കാണുമ്പോൾ അവർ പറയുന്നുണ്ട് 1 മണിക്കൂറിൽ 4 തവണ ചെയ്തു. അപ്പൊ എന്നെ പറയും പ്ലീസ് അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയും ആൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ മുറിയിൽ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊന്നും ഈ ഒരു ചുമർ അവിടെ വന്നിട്ടില്ല. അങ്ങനെ കുറെ നേരം ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഇപ്പോൾ രാത്രി കാണിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ചുമർ അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ വരുന്നു. അത് സെക്കൻഡുകൾ കൊണ്ട്. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു ചുമർ ഉണ്ടായിട്ടുള്ളത് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ കാണുമ്പോഴത്തേക്കും ആ ഒരു സമയം കൊണ്ട് യൂറി ഇപ്പോ നേരെ അവന്റെ റൂമിലേക്ക് പോവാണ്. ഈ ഒരു സമയത്താണ് റൂമിനകത്ത് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഈ ഒരു കോഡ് വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ എന്നിട്ട് കട്ടിലിൽ കിടക്കുന്ന ആന്റനോട് ചോദിക്കുന്നുണ്ട്, ആന്റൻ നീ എന്താ കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞപ്പോൾ അത് അവന്റെ അടുത്തേക്ക് നടന്നു ചെല്ലും. അപ്പൊ യൂറി പറഞ്ഞ എന്താണ്, അവൻ ബോധമില്ലാതെ കിടക്കുന്നതാണ്. ഇവളാണെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ കഴുത്തിലൊരു തുണി വെച്ച് ചുറ്റിയിട്ടുണ്ട്. അതെടുത്തിങ്ങനെ മാറ്റി നോക്കുമ്പോൾ അവന്റെ കഴുത്തില് ഈ കൈ വെച്ച് ഞെരിച്ചതുപോലെ പാടുകളുണ്ടല്ലോ അതുണ്ട്. അതുപോലെ തൊട്ടു നോക്കുമ്പോൾ അവന്റെ ശരീരം തണുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ മരിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് യൂറി അകത്തേക്ക് കയറി വരുന്നതും ആ ഒരു പെണ്ണിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അതേസമയം ഇവിടെ ഇവർ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച് യൂറിയെ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അപ്പോൾ മാർവിൻ പറയും ശരി ഞാൻ പോയിട്ട് യൂറിനെയും അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അവരിപ്പോ മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ മാർവിൻ അവിടെ നിന്ന് പോകുന്നതും ഇവർ നോക്കുമ്പോൾ ആന്റോ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ അവൻ ഈ ഒരു വീടിനകത്ത് വെച്ച് എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് തന്റെ ഫോണും എടുത്ത് ഈ ഒരു ചുമരിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാല് എന്തോ ഫ്ലാഷ് അടിക്കുന്നത് പോലെ വെളിച്ചമെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിക്കും എന്താ ഫോട്ടോ എടുക്കുകയാണോ അത് വേറെ എന്തെങ്കിലും ആണോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു ചുമർ അവിടെ നിന്ന് മാറിയതുപോലെ, കാരണം വെളിയിലത്തെ ആ ഒരു സൂര്യപ്രകാശം ഉള്ളിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മാർവിൻ ആ ഒരു മുറിക്കകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി അവിടെ കാണുന്നില്ല. യൂറിയാണെങ്കിലോ ആ ഒരു വേസ്റ്റ് ബിന്നിലുള്ള പേപ്പറുകളെല്ലാം കത്തിച്ചിങ്ങനെ കളയുന്നു. മാർവിനൊന്നും മനസ്സിലാവുന്നില്ല. മാർവിൻ ചോദിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹീറോയിനും ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആന്റോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തന്നെ കൊന്നത് യൂറി എന്ന് പറഞ്ഞ അവന്റെ സുഹൃത്ത് തന്നെയാണ്. എന്താന്ന് കാണിക്കുമ്പോൾ ആ ഒരു ചുമര് തുറക്കുന്നതും ആന്റോവിനെ അങ്ങനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് അവനെ ഇടിച്ച് താഴേക്കിട്ട് അവന്റെ കഴുത്തും ചരിച്ച് യൂറി അവനവിടെ വെച്ച് കൊല്ലുകയാണ്. ഈ ഒരു കാര്യം അവിടെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമ്മുടെ മാർവിൻ ആ പെൺകുട്ടി അവിടെ നിന്ന് ചോദിക്കുന്ന സമയത്ത് കട്ടിലിനടുത്തായിട്ട് ആ ഒരു പെൺകുട്ടി കിടക്കുന്നു. ഏയ് നീ അവൾ എന്താ ചെയ്തതെന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് വരുന്നതും അപ്പോഴാണ് ഇവിടെ മാർവിന് മനസ്സിലാവുന്നത് ആ ഒരു പെൺകുട്ടി മരിച്ചുപോയെന്ന്. ഹേയ് നീ അവളെ കൊന്നെന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യൂറി ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ മാർവിൻ നിനക്ക് മനസ്സിലാവുന്നില്ലേ, നമ്മളെല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചുമരുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇതുകൊണ്ട് വെളിയിലേക്ക് പോകരുത്. നീ അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിനക്കത് മനസ്സിലാക്കി തരുമെന്നും പറഞ്ഞ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇവരെല്ലാവരും ഈ ഒരു സത്യം മനസ്സിലാക്കി അവിടെ നിന്ന് ഓടി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവൻ മാർവിന്റെ കഴുത്തിൽ പിടിച്ച് തന്നെ വെച്ചേക്കുന്നു. ഹീറോയുടെ കയ്യിലാണെങ്കിൽ തോക്കുള്ളത് കൊണ്ട് യൂറി അവന് വെറുതെ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ ഇവർ നോക്കുമ്പോൾ അവൾ അവിടെ മരിച്ചെടുക്കുന്ന ആ ഒരു കാര്യം ഇവർ കണ്ടു. അങ്ങനെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ മാർവിനും കൂടി ചേർന്ന് ഇവനെ അടിക്കുകയാണ്. പക്ഷെ അവന്റെ അത്രയും വലിയ ശരീരമായതുകൊണ്ട് തന്നെ അവനോട് അധികം നേരം പിടിച്ചെടുക്കാണ്ട് ഇവരെ കൊണ്ട് കഴിയുന്നില്ല. എന്നിരുന്നാലും ഒരു വിധത്തിൽ ഇവരടിച്ച് താഴേക്കിടുമ്പോൾ യൂറി ഇപ്പോൾ ഹീറോയെ ഇടിച്ച് താഴേക്കിട്ട് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മാർവിൻ പുറകിലൂടെ വന്ന് ഒരു ഒറ്റയടി അടിച്ച് താഴേക്കിട്ട് ആ ഒരു തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഹീറോയും പറയുന്നുണ്ട് ഏയ് അവനെ ഷൂട്ട് ചെയ്യരുത്, ഒരു പക്ഷെ ഇത് തുറക്കാനുള്ള ആ ഒരു കാര്യം ചിലപ്പോൾ അവനെ അറിയാമായിരിക്കാം എന്ന് പറയുമ്പോൾ അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അവന്റെ ബോധം പോയി താഴെ കിടക്കുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും യൂറിയെ അവിടെ ആ ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ്. എന്നിട്ട് അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇവരെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്നു. ഹീറോ നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് നമുക്കൊരിക്കലും തടയാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അന്ന അവിടേക്ക് വന്ന് അല്ല അവളെ എന്തുകൊണ്ടായിരിക്കും അവൻ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും ഒരുപക്ഷെ ഇത് തുറക്കാനുള്ള ആ ഒരു വഴി അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് അന്ന മുകളിലേക്ക് നോക്കി അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഈ ഒരു ക്യാമറയിൽ റെക്കോർഡായി കാണത്തില്ലേ, ശരി ഞാൻ പോയി അത് നോക്കാമെന്നും പറഞ്ഞ് ഇവിടെ ഹീറോയിനും അവൻ കത്തിച്ചു കളഞ്ഞ ആ ഒരു പേപ്പറിന്റെ പകുതി ഭാഗങ്ങളെല്ലാം എടുത്തിട്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഇതെന്തായാലും ഒരു കോഡായിരിക്കും, മോഴ്സ് കോഡ് പോലെ. ആന്റൺ ഇതെങ്ങനെയോ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആന്റൺ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നാനോ ഡിഫൻസ് കമ്പനി ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ നേരെ യൂറിയുടെ മുന്നിലേക്ക് വന്ന് അവനെ അടിച്ചിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു ആന്റൺ എങ്ങനെ ഈ ഒരു ചുമര് തുറന്നത്. സത്യം പറയുമ്പോൾ അവൻ പറയത്തില്ല. ദേഷ്യം കാരണം നമ്മുടെ മാർവിൻ ഒരു ഒറ്റയടി. എന്നിട്ട് അവൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ വീണ്ടും ചോദിക്കും ഇപ്പൊ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു തോക്കെടുത്ത് കാണിക്കുമ്പോൾ അവൻ അപ്പോഴും പേടിയില്ല.
അപ്പോൾ ഹീറോ അടുത്തേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും ആ ശബ്ദം കേട്ട് അവന് വല്ലാണ്ടായിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു, അപ്പോൾ ഈ ഒരു തീപിടുത്തം നടന്നത് എപ്സിലോൺ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവർ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അടുത്ത സിറ്റിയിൽ ഒരു തീപിടുത്തം നടന്നെന്ന് പറഞ്ഞല്ലോ, അത് ഈ ഒരു കമ്പനിയിലായിരുന്നു. അത് ഇതായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെനിക്കറിയത്തില്ല, പക്ഷേ ഈ ഒരു ചുമര് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി എന്തിനാ ഇത് നിർമ്മിച്ചത്, ഇങ്ങനെയുള്ള ഒരു ചുമര് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുമ്പോൾ ഏത് വിധത്തിലുള്ള അറ്റാക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി, വിഷവായു, ബോംബ് ആക്രമണം, ഇതൊന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അതുപോലെയുള്ള ഒരു നാനോ ഡിഫൻസ് മെക്കാനിസമാണിത്. അപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, സത്യത്തില് വെളിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡൻ വിചാരിച്ചത് എന്താണ്, ആ ഒരു തീപിടുത്തം നടന്നപ്പോൾ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയാണ് അവൻ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം അത് യൂസ് ചെയ്തത്. പക്ഷെ ഒന്നുമില്ലാന്ന് മനസ്സിലാക്കി അവൻ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ ഒരു ഭ്രാന്തനല്ലേ യൂറി, അവൻ വിചാരിച്ചു എല്ലാവരും ഇതിനകത്ത് സേഫ് ആയിട്ടിരിക്കണം എന്നും പറഞ്ഞ് ആന്റനെ പുറത്തു പോവാതെ അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് യൂറി പെട്ടെന്ന് നമ്മുടെ മാർവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മാർവിനെ നല്ല ദേഷ്യം വന്നിട്ട് നേരെ വന്ന് 2-3 ഇടി കൊള്ളുമ്പോഴത്തേക്ക് അവന്റെ ബോധം പോയി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴത്തേക്കാണ് അന്ന അവിടേക്ക് വന്ന്, ഹേയ് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു, എല്ലാവരും മുകളിലേക്ക് വരാൻ പറഞ്ഞ്. ഇപ്പൊ ഇവരെല്ലാവരും അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആന്റൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തുണ്ടല്ലോ, അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെല്ലാം ഇതിൽ റെക്കോർഡായിട്ടുണ്ട്. അങ്ങനെ ഹീറോ അവിടേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കാണ് ഓക്കെ ഇപ്പോൾ മനസ്സിലായി, ഈ ഒരു ചുമര് തുറക്കാനുള്ള എന്തോ ഒരു കാര്യം അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമിംഗ് ആണ് അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കണ്ടുപിടിച്ചത് മനസ്സിലാക്കിയത് കൊണ്ടാണ് യൂറി അതെല്ലാം നശിപ്പിച്ചതും അതേപോലെ തന്നെ ആന്റനെ കൊന്നതും. അപ്പോൾ ഹീറോ പറയും, എനിക്ക് എന്തായാലും ആന്റന്റെ ഫോൺ വേണമെന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ എടുത്ത് ഇപ്പോൾ ഹീറോയുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് ആ ഒരു ഫോണിലുള്ള ഡേറ്റാസ് എല്ലാം ഇതിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ കുറെ നേരം ഹീറോ അത് ട്രൈ ചെയ്ത അവസാനം ആ ഒരു ഫോണിലെ ഡേറ്റ എല്ലാം അവന്റെ ലാപ്ടോപ്പിലേക്ക് മാറ്റി, അത് കഴിഞ്ഞ് അതെല്ലാം അടുത്തൊരു ഫോണിലേക്ക് മാറ്റുന്നു. അങ്ങനെ അവന്റെ ഫോണിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു ആപ്പാണ് ഈ ഒരു കമ്പനിയുടെ പേരിലുള്ള. അങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നതും ഇവർ 3 പേരും ആ ഒരു ചുമരിന്റെ മുന്നിലേക്ക് വരും. അപ്പോഴേക്കും നമ്മുടെ മാർവിനുണ്ടല്ലോ, അവനാണിപ്പോൾ യൂറിയുടെ അടുത്ത് നിൽക്കുന്നത് തോക്കും കൊണ്ട്. അങ്ങനെ ഇവർ ആ ഒരു ചുമരിന്റെ മുന്നിലേക്ക് വന്ന് ആ ഒരു ഫോൺ എടുത്ത് ആ ഒരു ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിങ്ങനെ കാണിക്കുമ്പോൾ ഈ ഒരു ചുമരിലുള്ള വലിയ ഭാഗങ്ങളുണ്ടല്ലോ സ്ക്വയർ, അത് മാത്രം പ്രത്യേകം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കാം ഇത് തുറക്കാനുള്ള ആ ഒരു കോഡ്. അപ്പോൾ ഹീറോയിൻ അതിൽ പ്രസ് ചെയ്യാൻ പറയുമ്പോൾ അവൻ ആദ്യത്തേൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 4 തവണ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നു. അത് കഴിഞ്ഞ് താഴത്തേത് പ്രസ് ചെയ്യുമ്പോൾ 2-3 തവണ, അതിന്റെ താഴത്തുള്ളത് പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് 2-3 തവണ ഇങ്ങനെ ആ ഒരു ചുമരിലേക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 4 എണ്ണം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ചുമരിന് ഒരു മാറ്റം സംഭവിക്കുന്നു. എന്താന്ന് വെച്ചാൽ അത് നാനോ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ അതുപോലെ അതിന്റെ രൂപം മാറിയിട്ട് വേറൊരു ഷേപ്പിൽ അതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ട അന്ന മുന്നിലേക്ക് വരും. എന്നിട്ട് പറയും, ഇത് കണ്ടിട്ട് എന്തോ ഒരു പോർട്ടൽ പോലെ തോന്നുന്നുണ്ട് മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള. എന്നിട്ട് അവൾ പതി അവളുടെ വിരൽ വെച്ച് അതിലേക്ക് തൊടുമ്പോഴത്തേക്കും ഈ ഒരു വിരല് അത് ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവൾക്ക് എന്തോ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത് സേഫ് ആണെന്ന് പറഞ്ഞ് അവളുടെ കൈ പതിയെ ഉള്ളിലേക്ക് വിടും. അപ്പോഴേക്കും മാർവിനാണെങ്കിൽ ഇതെല്ലാം ഇവിടെ നിന്ന് കണ്ടിട്ട് അവനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ യൂറി പെട്ടെന്ന് എഴുന്നേറ്റ് അവനോട് പറയുന്നുണ്ട്, ഹേയ് മാർവിൻ, ആ ഒരു ചുമര് തുറന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മരിക്കും, അത് നീ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അവൻ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അപ്പോഴേക്കാണ് ഇവിടെ നമ്മുടെ അന്ന അതിനകത്ത് ഈ കൈ ഇട്ടിട്ട് എനിക്ക് എന്തോ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് കൈയിന്റെ പകുതി ഉള്ളിലേക്ക് പോയി. അപ്പോഴേക്കാണ് മാർവിൻ പെട്ടെന്ന് ഇവിടേക്ക് വന്ന് ബേബി അതിൽ നിന്ന് കൈ എടുക്കാൻ പറയുമ്പോൾ അവൾ കൈ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ കൈ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ അവളുടെ കൈ ഉള്ളിലായി പോയി. അവൾ കിടന്ന് കരയുന്നതും ഇവരെല്ലാവരും വന്നിട്ട് അവളെ പിടിച്ച് തിരിച്ചു വലിക്കുമ്പോൾ ഇപ്പൊ അത് അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അവളാണെങ്കിൽ അലറി വിളിക്കാൻ തുടങ്ങുന്നതും ഇവര് വലിക്കുന്നു. കാണിക്കുമ്പോൾ അന്നയുടെ പകുതി ഭാഗവും അതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതുമല്ല കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ചുമരി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നതും ഇവര് വലിച്ചു ഒരു ഒറ്റ വലി കാണിക്കുമ്പോൾ ആ ഒരു ചുമര് പഴയ അവസ്ഥയായി. അതേപോലെ തന്നെ അന്നയുടെ ശരീരം കട്ടായിട്ട് താഴേക്ക് വീഴാണ്. അങ്ങനെ മാർവിൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിക്കുമ്പോൾ എന്തായാലും അധികം നേരം അവൾക്ക് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല, അവള് അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതുകൂടിയാവുന്നതും യൂറി പെട്ടെന്ന് ഇത് കണ്ട് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, അത് നിങ്ങളെ ആരെയും പുറത്തേക്ക് വിടത്തില്ല എന്ന് പറയുമ്പോൾ മാർവിൻ അങ്ങനെ ദേഷ്യം വന്ന ആ ഒരു തോക്കെടുത്തോണ്ട് നേരെ അകത്തേക്ക് വന്നിട്ട് യൂറി അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും അവനവിടെ മരിച്ചു വീഴാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മാർവിനും എന്തായാലും നിൽക്കാൻ കഴിയത്തില്ല, കാരണം അവന്റെ ഗേൾഫ്രണ്ട് അന്ന മരിച്ചതുകൊണ്ട് തന്നെ അവൻ ആ ഒരു തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് വെച്ച് സ്വയം ഷൂട്ട് ചെയ്ത് അവനും മരണപ്പെടുന്നു. അങ്ങനെ ഇപ്പൊ അവസാനം നമ്മുടെ ഹീറോയിനും മാത്രം. അപ്പോഴേക്കാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കുറെ നേരം അവിടെ ഇരുന്നിട്ട് ഹീറോ വീണ്ടും എഴുന്നേറ്റ് വന്ന് അത് തുറക്കാൻ വേണ്ടി ആ ഒരു ആപ്പ് ഓപ്പൺ ആക്കി ആ ഒരു ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഫ്ലാഷ് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, ഹേയ് നിർത്ത്, നീ ശ്രദ്ധിച്ചിരുന്നോ, ആദ്യത്തെ തവണ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഫ്ലാഷ് അടിച്ചു, രണ്ടാമത് 4 തവണ, മൂന്നാമത് 6 തവണ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈറ്റ് ഫ്ലാഷുകളുണ്ടല്ലോ അതിന്റെ ആ ഒരു എണ്ണം വെച്ചിട്ടാണ് ഈ ഒരു ബട്ടൺസ് കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്യേണ്ടത്, ഒരു കോഡ് പോലെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ഇവർക്ക് വീഡിയോ ആയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ആന്റൻ അത് തുറക്കുമല്ലോ, അപ്പോഴേക്കും അവിടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഒരുപാട് തവണ അടിച്ചിരുന്നു. ആ ഒരു രീതിയിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തുറക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ഓടി ചെന്ന് ആ ഒരു വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്തതിന് നോക്കുമ്പോഴത്തേക്കാണ് ആദ്യത്തേത് 6 ഫ്ലാഷുകൾ,
അപ്പൊ ആറാമത്തെ ഫ്ലാഷ് മുകളിൽ നിന്നും രണ്ടാമത്തെ ബട്ടണിലാണ്. അത് കഴിഞ്ഞ് ഒരു ഒറ്റ ഫ്ലാഷ്, അത് ഏറ്റവും താഴത്തെ ബട്ടൺ. അത് കഴിഞ്ഞ് 4 ഫ്ലാഷുകൾ, അത് താഴെ നിന്നും രണ്ടാമത്തെ ബട്ടൺ. അത് കഴിഞ്ഞിട്ട് 2 ഫ്ലാഷ്, അത് ഏറ്റവും മുകളിലത്തെ ആ ഒരു ബട്ടൺ. അപ്പോ 6 1 4 2 ഇതാണ് ആ ഒരു പാസ്വേഡ്. ഇതടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ചുമര് ഓപ്പൺ ആവും എന്ന് മനസ്സിലാക്കി ഇത് കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഇവര് രണ്ടുപേരും ആ ഒരു ചുമരിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ യൂറി ഉണ്ടല്ലോ, അവൻ ആ ഒരു ബുള്ളറ്റ് കൊണ്ടോയില്ലേന്ന് അറിയത്തില്ല. പക്ഷെ അവൻ ഇപ്പോൾ ജീവനോടെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് നേരെ വന്ന് നമ്മുടെ ഹീറോയെ അടിച്ചു കളഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഭ്രാന്തന് എന്തിന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല, രക്ഷപ്പെട്ട് പുറത്തു പോകാനുള്ളത്. അങ്ങനെ അവൻ ഹീറോയെ ഇടിച്ചിട്ട്, ഹീറോയെ കൊണ്ട് നേരത്തെ പോലെ തന്നെയാണ് പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഹീറോ ഇടിച്ച് താഴേക്കിടുന്നതും അത് കഴിഞ്ഞ് ഹീറോയിനെ കൊല്ലണമല്ലോ. അങ്ങനെ അവളുടെ അടുത്തേക്ക് ആ ഒരു കത്തിയും കൊണ്ട് നടന്നു വരുന്നതും ഹീറോയും പുറകിലേക്ക് നടന്ന അവസാനം ഈ ഒരു റൂമിന്റെ സെന്റർ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് അവർ ആ ഒരു ഫ്ലോർ ഇടിച്ച് പൊളിച്ചിട്ടുള്ളത്. ആ ഒരു കുഴി അവള് കാണത്തില്ല. പെട്ടെന്ന് പുറകിലേക്ക് കാലുവെച്ച് അവള് നേരെ അതിലേക്ക് വന്ന് വീഴുന്നതും യൂറി ഇപ്പൊ മുകളിലേക്ക് വന്നിട്ട് അവള് നോക്കി മിണ്ടരുതെന്ന് പറഞ്ഞിങ്ങനെ കൈ വെച്ചിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവളെ കൊല്ലാൻ പോവാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ എഴുന്നേറ്റ് പുറകിലൂടെ വന്ന് ഹീവനെ ഒരു ഒറ്റ ചവിട്ട് ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയും താഴേക്ക് ചാടിയിട്ട് ഇപ്പൊ യൂറി അവിടെ കിടക്കുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും ആ ഒരു ടണലുണ്ടല്ലോ അതിനടുത്തേക്ക് ഓടിപ്പോവാണ്. കാരണം ആ ഒരു വഴിയെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും ഓടി ആ ഒരു റൂമിനകത്തേക്ക് ചെന്ന് അവിടുത്തെ ആ ഒരു ഗേറ്റ് ഉണ്ട് അത് അടയ്ക്കാനായിട്ട് വരുന്നതും യൂറി അവിടെ വന്നങ്ങ് ഗേറ്റ് പിടിക്കും. അപ്പൊ ഹീറോ പറയും, ഒലിവാ നീ അതെന്തായാലും തുറക്ക്, ഞാൻ ഇവന്റെ കാര്യം നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗേറ്റ് തള്ളിപ്പിടിച്ച് നിൽക്കാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ അവർ കണ്ടുപിടിച്ച ആ ഒരു പാസ്വേഡ് ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ചുമരിപ്പോ തുറക്കുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുമ്പോൾ യൂറി ഇപ്പോ ആ ഒരു ഗേറ്റ് തള്ളി തുറന്ന് ഹീറോയെ ഇടിച്ച് താഴേക്കിട്ട് ഹീറോയെ കൊല്ലാൻ വേണ്ടി അവന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഹീറോയിൻ ഇവിടെ ആ ഒരു ബട്ടൺ എല്ലാം പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഹീറോയിൻ പറയും അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തില് അത് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ആ ഒരു നാനോ പാർട്ടിക്കിൾസ് എല്ലാം അവിടെ നിന്ന് മാറി ഈ ഒരു ചുമരിപ്പോ കാണാണ്ടായി. പക്ഷെ ഹീറോയ്ക്ക് ഇപ്പോ രക്ഷപ്പെട്ട് വരാണ്ട് വേറെ വഴിയില്ല. അവസാനം യൂറി ഹീറോയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി, ഹീറോയ്ക്ക് ഇപ്പൊ അനങ്ങാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുന്നതും അവന്റെ ആ ഒരു കത്തിയെടുത്ത് ഹീറോയെ കുത്താനായിട്ട് വരുമ്പോ അതിനു മുന്നേ തന്നെ യൂറിയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്താന്ന് കാണിക്കുമ്പോൾ ഹീറോയിൻ അവിടെ ഒരു വലിയ ചുറ്റിയിലിട്ടിരുന്നല്ലോ അതെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു അടി ഇടിക്കുന്നതും അവൻ മരിച്ച് താഴെ വീഴുന്നു. അത് കഴിഞ്ഞിപ്പോ നമ്മുടെ ഹീറോയെ പിടിച്ച് അവനെ മുകളിലേക്ക് എഴുന്നേൽപ്പിച്ചിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും അതുവഴി പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഇതൊരു തുരങ്കായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം നടന്നു വരണം. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് അവസാനം ഇവര് രണ്ടുപേരും ഈ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് എത്തി. അങ്ങനെ പതിയെ നടന്ന് വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു സിറ്റി മുഴുവനും അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു നാനോ പാർട്ടിക്കിൾസിന്റെ ആ ഒരു ചുമരുണ്ടല്ലോ അതെല്ലാ ബിൽഡിങ്ങുകളെയും മൂടി അങ്ങനെ വെച്ചേക്കാണ്. എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു കമ്പനി തീ പിടിച്ചപ്പോ അതിൽ നിന്ന് ലീക്കായിട്ടായിരിക്കാം ഈ ഒരു നാനോ പാർട്ടിക്കിൾസ് ഇതുപോലെ ആ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു സിറ്റി മുഴുവനായിട്ടും അങ്ങനെ മൂടിയത്. അങ്ങനെ ആ ഒരു കാര്യം കണ്ട് ഇവര് രണ്ടുപേരും ഒരുപാട് നേരം അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും അവരുടെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ അത് വെളിയിൽ കിടപ്പുണ്ട്. ആ ഒരു വണ്ടി എടുത്ത് അത് സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അതിലെ റേഡിയോ പ്രവർത്തിച്ചിട്ട് അതിലിങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, രക്ഷപ്പെട്ട ഒരുപാട് പേരും ഈ ഒരു സ്ഥലത്തുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതനുസരിച്ച് ഇവര് രണ്ടുപേരും അവിടേക്ക് പോകുന്നു. അതോടെ ബ്രിക്ക് എന്ന് പറഞ്ഞ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ്. സത്യത്തിൽ ഈ ഒരു മൂവിയിൽ കാണിച്ച ബ്രിക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു നാനോ പാർട്ടിക്കിൾസ് ഡിഫൻസ് മെക്കാനിസം ഉണ്ടല്ലോ അത് ഒരു വിധത്തിൽ നല്ലതാണ്. പക്ഷെ ഇങ്ങനെ വല്ലതും കൊളാപ്സ് ആയിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഒരു നാനോ പാർട്ടിക്കിൾസ് ഡിഫൻസ് ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യുദ്ധം വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കുമ്പോഴോ നമുക്കത് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ആ ഒരു രീതിയിൽ ഇത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇവർക്ക് നമ്മുടെ ഹീറോയിനും പെട്ടുപോയതുപോലെ ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.